മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പാൻ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പാത്രത്തിൽ. അതിന് നന്നായിട്ട് തടവിയതിന് ശേഷം കുറച്ച് മൈദ തട്ടിക്കൊടുക്കുക. ഇതുപോലെ സൈഡിലും ഇതുപോലെ നന്നായി പരട്ടി കൊടുക്കുക. ബാക്കി വരുന്ന മൈദ പുറത്തേക്ക് തട്ടിക്കളയാം. അപ്പോൾ പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ മിക്സിങ് കഴിയും. അപ്പോൾ ഇനി മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം പഞ്ചസാര നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യും ക്രീം ചീസും കൂടി ചേർത്ത് കൊടുക്കാം. ക്രീം ചീസാണ് ഇന്നത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണാണ് ക്രീം ചീസ് ചേർക്കുന്നത്. അങ്ങനെ ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി ഒരു മുട്ട കൂടി ഇതിലേക്ക് ചേർക്കാം. ഒന്നുകൂടെ പൾസ് ചെയ്തെടുക്കാം. ഒരു 10 സെക്കൻഡ് പൾസ് ചെയ്തിട്ടുണ്ട്. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നേരത്തെ മൈദയുടെ മിക്സും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. 2 തുള്ളി വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയിൽ അവസാനം ചേർത്താലും മതി. മുട്ടയുടെ കൂടെ ഇതും കൂടി ചേർത്ത് അടിച്ചാലും മതിയായിരുന്നു. ഇനി മൈദ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. കൂടുതൽ നേരമൊന്നും ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ആവുന്ന അത്രയും സമയം മാത്രം എടുത്താൽ മതി. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. എയർ ബബിൾസ് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനി പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് മാറ്റാം. ഈ ക്രീം ചീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 25 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കുറച്ച് തണുക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ തണുക്കാൻ വേണ്ടി വെക്കാം. അടിയിലും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ആ ചീസ് ഇട്ടതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ക്രീം ചീസും കൂടി ചേർത്തുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് എന്തായാലും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.